ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് എന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികളും കവർച്ച ചെയ്യാൻ ആസൂത്രണമുണ്ടായി. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. തെളിവ് നശിപ്പിക്കാൻ ശ്രമമുണ്ടായി. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഗൂഢാലോചന ഏത് രീതിയിൽ നടത്തിയിട്ടുണ്ട്, ആരൊക്കെ തമ്മിലാണ്, ഇതിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഉൾപ്പെടെയുള്ളവരുടെ പങ്കെന്ത് എന്നതൊക്കെ കൂടുതൽ വ്യക്തമാവുകയല്ലേ? അനുജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയത് പ്രധാനമായും 3 പേർ എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവർ 3 പേരും ചേർന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തതെന്ന് SIT വ്യക്തമാക്കുന്നുണ്ട്. മറ്റുള്ള ആളുകളെയൊക്കെ അവരുടെ ഇവരാണ് മറ്റുള്ള ആളുകളെയൊക്കെ കണക്ട് ചെയ്തത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് കവർച്ചയിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് SITയുടെ വിലയിരുത്തൽ. നേരത്തെ തന്നെ ഗോവർദ്ധൻ അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ശബരിമലയിൽ നിന്ന് ലഭിച്ച സ്വർണത്തിന് പകരമായി താൻ പണം നൽകിയിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടത്തിയത് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്നാണ് എന്ന പ്രധാനപ്പെട്ട വിവരം. അതിൽ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് മുഖ്യ പങ്കുണ്ട് എന്നുള്ളതാണ് SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പണം പകരം നൽകിയെന്നൊക്കെയുള്ളത് അയാൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാമ്യാപേക്ഷയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രായശ്ചിത്തമായി കുറച്ച് സ്വർണവും പണവും നൽകി എന്നുള്ളത്. പക്ഷേ അത് കവർച്ച എന്നറിഞ്ഞുകൊണ്ട് തന്നെ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു, തുടരാം. അനുജ, നേരത്തെ തന്നെ ഇയാളുടെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പണം തിരികെ താൻ ഏകദേശം 2 കോടിയുടെ സ്വർണം തനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ 1.5 കോടി രൂപയോളം താൻ തിരികെ ശബരിമലയിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഗോവർദ്ധൻ വ്യക്തമാക്കിയത്. പക്ഷേ അതങ്ങനെയല്ല എന്നാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡിനല്ല ആ പണം നൽകിയത്, മറിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവർദ്ധൻ പണം കൈമാറിയതെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് നിർദ്ദേശം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിലേക്കല്ല, മറിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പണം കൈമാറിയെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തട്ടിപ്പ്, ആ പണം കൈമാറ്റത്തിലടക്കം വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഒപ്പം ഈ കേസ് വന്ന ശേഷം, അതായത് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയും പ്രതികൾ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. CDR പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഇവർ ഗൂഢാലോചന നടത്തിന്റെ ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണക്കവർച്ചയിൽ സംഘടിത കുറ്റകൃത്യം, അതായത് സംഘടിതമായി കോൺസ്പിറസി നടത്തി ഒരു ഗൂഢാലോചന നടത്തിയുള്ള കുറ്റകൃത്യമാണ് ഇത്. നേരത്തെ പ്രീ പ്ലാൻഡ് ആയി ചെയ്ത ഒരു ഓപ്പറേഷനാണ് ഈ. നേരത്തെ കോടതി തന്നെ പറഞ്ഞത് അന്തർദേശീയ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് സമാനമായ സ്വഭാവമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൂടിയാണ് SITയുടെ ഈ കണ്ടെത്തലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സ്വർണ്ണപ്പാളി, അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മാത്രമല്ല, ശബരിമലയിലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികളും തട്ടിയെടുക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കണ്ടെത്തൽ SITയുടെ ഭാഗത്ത് വരുന്നു. ഒപ്പം കവർച്ച പോയ സ്വർണം കണ്ടെത്താനുള്ള ഊർജിത ശ്രമം നിലവിൽ നടത്തുന്നുവെന്നാണ് SIT വ്യക്തമാക്കുന്നത്. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി പുറത്തു വന്ന ശേഷമേ ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി നമുക്ക് തിരിച്ചറിയാനാകൂ എന്ന് SIT വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ദ്വാരപാലക സ്വർണം ശില്പമായി അവിടെ ഉള്ളത് റെപ്ലിക്കയാണോ, അതല്ല എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും സ്വർണം ഇവർ അഴിച്ചുമാറ്റി മറ്റേതെങ്കിലും തരത്തിലുള്ള ദ്രാവകങ്ങൾ ചേർത്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ആ പരിശോധനാ ഫലം പുറത്തു വരണം. എന്തായാലും SIT അടിവരയിട്ട് പറയുന്നത് ഈ കേസിൽ പ്രധാനമായും ഗൂഢാലോചന നടത്തിയത് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ്. അത് ഒരു കേവല ഗൂഢാലോചനയായി കണക്കാക്കാനാവില്ല. ശബരിമലയെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമായി തന്നെ അതിനെ കണക്കാക്കണം. അതുകൊണ്ടാണ് കേവലം ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിക്കും അപ്പുറത്ത് മറ്റു വസ്തുക്കൾ കൂടി കവർന്നെടുക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ ഈ SIT ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.